മനുജ, ശശി തരൂർ നയിക്കുന്ന സർവകക്ഷി സംഘം അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന് വേണ്ടി മുൻ വിദേശകാര്യമന്ത്രിയും PPP ചെയർമാനും കൂടിയായ ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാന്റെ വാദങ്ങളുമായിട്ടും അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇന്റലിജൻസ് സഹകരണം ഉറപ്പാക്കാൻ വേണ്ടി ചേർന്ന്, അതായത് അവരുടെ ISIയും അതുപോലെ തന്നെ നമ്മുടെ റോയും ചേർന്ന് പ്രവർത്തിക്കാമെന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ശശി തരൂരുമായിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇന്ത്യയെ കാണുമ്പോൾ ഒരു മുട്ടടിക്കുന്ന സമീപനമാണോ എന്നറിയില്ല. മാത്രമല്ല, പറഞ്ഞു നിൽക്കാൻ ഒരു കാരണം വേണം. മാത്രമല്ല, ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ പറയണം, നമ്മളെപ്പോഴും സമാധാനത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ത്യ കേൾക്കില്ല. ആ ഒരു ഇതുകൂടെ ആയിരിക്കും, ഒരു ഹിഡൻ അജണ്ട കൂടി ചിലപ്പോൾ ബിലാവൽ ഭൂട്ടോയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കാം. എന്തായാലും എത്രയൊക്കെ കൈ കഴുകി നോക്കിയാലും ആ കറ എന്തായാലും ആ കൈകളിലുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശശി തരൂരും കൃത്യമായിട്ട് അതിനകത്ത് പ്രതികരണം ഇറങ്ങിയിട്ട് പാകിസ്ഥാനുമായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടാകും, പക്ഷേ ഒരു തരത്തിലും എന്ത് പറയാനാണ് ഒരു യോജിപ്പ് ഉണ്ടാവില്ല എന്ന് ശശി തരൂർ പറയാതെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ രീതിയിലാണ് ഇപ്പോൾ സാഹചര്യം നിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഇവിടെ ഒരു നിഷ്കളങ്കമായ രാജ്യമായി മാറാൻ വേണ്ടി ബിലാവൽ ഭൂട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഇന്ത്യയും തിരിച്ച് നല്ല രീതിയിൽ പ്രതികരിക്കുന്നു. മഞ്ജു ശ്രദ്ധിച്ചായിരുന്നു അത്? യെസ്, തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ബിലാവൽ ഭൂട്ടോ അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ വളരെ വ്യക്തമാണ്. നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യ നടത്തിയിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ എക്സ്റ്റൻഷൻ, ഞാൻ എപ്പോഴും പറഞ്ഞ വാർഫീൽഡ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് കിട്ടുന്ന ഗ്ലോബൽ ഔട്ട്റീച്ച്, ആ ഗ്ലോബൽ ഔട്ട്റീച്ചിനെ പാകിസ്ഥാൻ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട്. വളരെ വ്യക്തമായി നമുക്കറിയാം, ഇന്ത്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെല്ലാം. അതിൽ നമ്മളുടെ സർവകക്ഷി സംഘത്തിൽ വിവിധ പ്രതിനിധികൾ, അതായത് ശശി തരൂർ ഉണ്ടെങ്കിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലേക്ക് സഞ്ചരിച്ചത് OIC പോലെയുള്ള മുസ്ലിം മജ്ലിസിൻ്റെ പ്രതിനിധികളാണ്. മറ്റൊരിടത്ത് കനിമൊഴിയുടെ പ്രതിനിധി സംഘം പോകുന്നു. അതായത് 8ഓളം സർവകക്ഷി സംഘങ്ങൾ സഞ്ചരിക്കുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുന്ന ഒരു പ്രതിരോധം, അത് അവർ പറഞ്ഞു വെക്കുന്ന കള്ളങ്ങളെ പൊളിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഇതിൽ ബിലാവൽ ഭൂട്ടോ സർദാരി ഇന്നലെ നടത്തിയൊരു പ്രസന്റേഷനിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെൻറ് ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ തിരിച്ച് മാധ്യമപ്രവർത്തകൻ ഇത് കേട്ടതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗവും ഞാൻ കേട്ടു, ഇന്ത്യയുടെ ഭാഗവും ഞാൻ കേട്ടു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള സൈനികർ അതിൽ ഇന്ത്യയുടെ ഒപ്പം നിന്ന് സംസാരിച്ചല്ലോ, അപ്പം മുസ്ലിങ്ങളെ നിങ്ങളുടെ ഈ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് തെറ്റല്ലേ എന്ന് പറഞ്ഞപ്പോൾ ബിലാവൽ ഭൂട്ടോ പരുങ്ങുകയും മിലിറ്ററി അറ്റാക്കിൻ്റെ കാര്യത്തിൽ അത് വളരെ ശരിയാണ് താങ്കളെന്ന് പറയുകയും ചെയ്തു. സോഫിയ ഖുറേഷി ഉൾപ്പെടെയുള്ള മിലിറ്ററി ലീഡേഴ്സാണ് അന്ന് പ്രസ് റിലീസ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും പാകിസ്ഥാൻ സംസാരിക്കുന്നത്, പാകിസ്ഥാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മതം എന്ന് പറയുന്ന ഹിന്ദുമതമാണ്. ഹിന്ദുമതം പൊളിറ്റിക്കൽ അജണ്ടയാക്കിയ BJP സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ അടിച്ചമർത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ കശ്മീരിനെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കും. ഇതൊരു ലൂപ്പാണ്, ഇവർ ക്രിയേറ്റ് ചെയ്തെടുത്ത ലൂപ്പുണ്ട്. പക്ഷേ ആ ലൂപ്പിന് തിരിച്ചടി കിട്ടുന്ന പോലെയാണ് OIC പോലുള്ള ആളുകൾ സൗദി അറേബ്യയിൽ നടത്തിയൊരു പ്രസ്താവന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊരു പ്രധാന പ്രസ്താവന എനിക്കിവിടെ വായിക്കേണ്ടതുണ്ട്. ശരത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊരു പ്രധാന ഭാഗമുണ്ട്. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം എന്തെന്നാൽ, പാകിസ്ഥാൻ ലോകത്തിലെ മുസ്ലിം സമുദായത്തോടും അറബ് രാഷ്ട്രങ്ങളോടും വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം രാഷ്ട്രം, ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമല്ല എന്നുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 240 ദശലക്ഷം മുസ്ലിങ്ങളാണ് അഭിമാനത്തോടു കൂടി ഇന്ത്യയിൽ ജീവിക്കുന്നത്. ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും മികച്ച ഇസ്ലാമിക പണ്ഡിതന്മാർ ഇന്ത്യയിലുണ്ട്. അവർക്ക് അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. OIC പോലുള്ള ഒരാൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ 240 ദശലക്ഷത്തോളം മുസ്ലിങ്ങൾ അഭിമാനത്തോടു കൂടി ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നാണ്. ഇന്ത്യക്കാർക്കില്ലാത്ത, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ ബിലാവൽ ഭൂട്ടോയെ പോലെയുള്ള ഈ നുണകൾ മാത്രം പ്രചരിപ്പിക്കുന്ന മെഷീനുകൾ എന്നാണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാൻ നുണ ഫാക്ടറികൾക്ക് എന്ത് അർഹതയുണ്ട് സംസാരിക്കാൻ? അത് പ്രത്യേകിച്ച് ലോകമാകമാനം ശ്രദ്ധിക്കുന്ന ഒരു സർവകക്ഷി സംഘമായി അവർ പോകുന്ന ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ നുണകൾ പടച്ചുവിടുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്, ഇന്ത്യയും പാകിസ്ഥാൻ്റെയും ഇൻ്റലിജൻസ് മേധാവികൾ അല്ലെങ്കിൽ ഏജൻസികൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ടെററിസത്തെ നമുക്ക് തുടച്ചു നീക്കാം, ഈ സൗത്ത് ഏഷ്യ ഭാഗത്ത് സമാധാനം ഉറപ്പിക്കാമെന്നാണ്. ഇന്ത്യ എത്ര തവണ ഇത് ചെയ്തു കഴിഞ്ഞു ശരത്? അതായത് അജ്മൽ കസബിനെ മാത്രമാണ് നമുക്ക് മുംബൈ ഭീകരാക്രമണ സമയത്ത് കൈയോടെ പിടികൂടാൻ സാധിച്ചത്. ഇന്ത്യ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അയാളെ പരിശോധിക്കുകയും ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ലൈവ് കമാൻഡ്സ് അജ്മൽ കസബിന് വരുന്നുണ്ട്. അതിൽ പറയുന്നത്, കൊല്ലാൻ പറ്റുന്ന അത്രയും ആളുകളെ നീ കൊന്നുകളയുക,
നിനക്ക് സ്വർഗം കിട്ടുമെന്നാണ് പറയുന്നത്. ശശി തരൂരിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം അത് വ്യക്തമാക്കി പറയുന്നുമുണ്ട്. മാത്രമല്ല അജ്മൽ കസമുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, അതിനു മുൻപ് നടന്ന ആക്രമണങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെ, ഇന്ത്യൻ ഇന്റലിജൻസ് മേധാവികളും പ്രധാനമന്ത്രി ഉൾപ്പെടെ പാകിസ്ഥാനെ സമീപിച്ചു, നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും പാകിസ്ഥാൻ ഒരു തരത്തിൽ പോലും അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ നുണകൾ കൊണ്ടടുക്കി ഒരു കൊട്ടാരം പണിത് അതിലെ രാജാവും രാജകുമാരിമാരും രാജകുമാരന്മാരുമായി വാഴുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ശശി തരൂർ പോലുള്ളവർ പറഞ്ഞത്. അതായത് സ്വാഭാവികമായിട്ടും അമേരിക്കയിലുള്ളവർ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരടക്കം ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുക. കാരണം അവർക്ക് അതിന്റെ ബാക്ക് സ്റ്റോറീസ് ഒന്നും അറിയില്ല. അത് പറയാൻ കൂടിയാണ് ശശി തരൂർ അടക്കമുള്ളവരോട് എത്തുന്നത്, കൃത്യമായിട്ട് അത് പറയുന്നത്. ശശി തരൂർ പറഞ്ഞൊരു കാര്യം അതിന്റെ പിന്നാലെ പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് നിന്നേനെ, പക്ഷേ അവർ ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ഭീകരവാദം അത് നിർത്തണം. ഇപ്പോഴും നമ്മളിപ്പോൾ സമാധാന ചർച്ചകൾ ഇതിനോടകം എത്രയോ നടന്നു. നമ്മൾ ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരത്തിന് ശേഷം തന്നെ എത്രയോ പ്രാവശ്യം, ഇപ്പോൾ 61 തുടങ്ങിയ യുദ്ധം ഇതുവരെയും തീർന്നിട്ടില്ല. ഇതിനിടയിൽ ചെറുതും വലുതുമായ എത്രയോ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. ഇക്കാലങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ സമാധാന ചർച്ചയെല്ലാം വരുന്നുണ്ട്, പക്ഷെ എന്നിട്ടും പരിഹാരമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത നടപടി ഇതാണ്. അപ്പോൾ ശശി തരൂർ ഉപമിച്ചത് അങ്ങനെയായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ഉടമസ്ഥൻ ഒരു റോഡ് വീലർ നായയെ നിങ്ങളെ കുട്ടികളെ കടിപ്പിക്കാൻ വേണ്ടി അയച്ചു വിടുന്നു. നിങ്ങൾ സമാധാനം സംസാരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമോ? അതിനെ കീഴടക്കിയത്, അതിനെ മാറ്റി നിർത്തിയതിനു ശേഷമല്ല, അതിനെ പിൻവലിച്ചു അല്ലെങ്കിൽ കൂട്ടിലടച്ചതിന് ശേഷമല്ലേ നിങ്ങൾ സംസാരിക്കുകയുള്ളൂ. അതാണ് ഇന്ത്യയും ചെയ്യുന്നതെന്നാണ് ശശി തരൂർ വ്യക്തമായുള്ള ഭാഷയിൽ പറഞ്ഞത്. കൃത്യമായിട്ട് തന്നെ അവിടുത്തെ ആളുകൾക്ക് അത് മനസ്സിലായി. ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. യാതൊരു പ്രകോപനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് അസീം മുനീറിനെ പോലുള്ളവർ, ഷഹബാസ് ഷെരീഫിനെ പോലുള്ളവർ അനാവശ്യമായിട്ട് മതം കുത്തിക്കയറ്റി ഉറങ്ങിക്കിടക്കുന്ന തീവ്രവാദികളെ ഉണർത്തി ഇവിടെ കൊണ്ടുവന്നത്. മതഭീകരവാദമുണ്ട് അതിനകത്ത്. ആരാണത് ചെയ്തതെന്ന് അതാണ് ബേസ് വരുന്നത്. ഇതിനകത്ത് ഒരു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ആഹ്വാനം ഉണ്ടാകുന്നു, ഒരു മിലിറ്ററി ജനറലിൽ നിന്ന് ഇങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇപ്പോൾ മോദി വന്ന് പറയുകയാണ് നമ്മളോട്, എല്ലാവരും ഇറങ്ങുക, കാണുന്നവരെല്ലാം കൊന്നു തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മളെ ചിലർ ഇതിനകത്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ അവരെ വിശ്വസിക്കുന്നത്, അവരെ ഫോളോ ചെയ്യുന്നവർ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത്രയും സ്വാധീനിക്കുന്ന ആളുകൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് പക്വമായി പെരുമാറുന്ന രണ്ട് വ്യക്തികളെ കാണാൻ പറ്റുന്നത്. ഇവിടെ മോദി ഒരിക്കലും പറയുന്നില്ല, ആയുധം എടുക്കാൻ പറയുന്നില്ല, മാത്രമല്ല പരമാവധി നമ്മൾ എന്ത് പറയുന്നത് സംയമനത്തിൽ പോവുകയും ചെയ്തു. പ്രകോപനം ഉണ്ടായപ്പോൾ പിടിച്ചു നിർത്താൻ വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സ്വീകരിച്ചത്. അവിടെയോ എന്തുണ്ടായി? സമാധാനപരമായി നിന്ന ഒരു സ്ഥലത്ത്, ഒരു പ്രദേശം, അവിടെ 26 പേരെ കൊന്നു തള്ളാൻ ഇവരുടെ വാക്കുകൾ മതം ചോദിച്ചു കൊന്നു. അതിന് പ്രചോദനമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നേരത്തെ മനുജ പറഞ്ഞ പോലെ തന്നെ ഈ അജ്മൽ കസബിന്റെ പേരും ഫോട്ടോയും കാണിച്ചാണ് അയാൾ സ്വർഗം പൂണ്ടു, ഇന്ത്യ നടപ്പാക്കിയ വധശിക്ഷയുണ്ട്, അയാൾ സ്വർഗം പൂണ്ടു എന്ന് പറഞ്ഞു പഠിപ്പിച്ചാണ് അവിടെ ഓരോ ആൾക്കാരെയും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ശരത്തിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ടെററിസത്തിനെതിരെ പാകിസ്ഥാന്റെ നിലപാട് എന്താണ് എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. ഇപ്പോൾ നിരവധി ആളുകളെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുകയും ഭീകരന്മാർ മരിക്കുകയും ചെയ്തപ്പോൾ അതിൽ പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫുകളും ആളുകളും എല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. അവരുടെ നമസ്കാര സമയത്ത്, അവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി. അപ്പോൾ ഇത് വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ബിലാവൽ ഭൂട്ടോ പറയുന്ന ഒരു കാര്യം, സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ശരിയല്ല, അത് ഇന്ത്യ അത് റിവോക്ക് ചെയ്യണം, അത് പുനഃപരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ശരത്, ഇപ്പോൾ നമ്മൾ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. പാകിസ്ഥാനിലെ ആളുകൾക്ക് ജലം വേണമെങ്കിൽ ആരാണ് തീരുമാനിക്കേണ്ടത്? പാകിസ്ഥാനാണ് ടേക്ക് എടുക്കേണ്ടത്. ഞങ്ങൾ തീവ്രവാദത്തിനെതിരാണ്, ഞങ്ങൾ ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ അനുകൂലിക്കുന്നു, ഞങ്ങളുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കാനും, അതായത് ലോകത്തിലെ ടെററിസ്റ്റ് ഹബ്ബായ പാകിസ്ഥാനെ ഞങ്ങളുടെ ഉൾപ്പെടുത്തി ഞങ്ങളുടെ സർക്കാരും കൂടെ ചേർന്ന് നിന്ന് ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചും ഇന്ത്യയുടെ സഹായം എത്തിച്ചുകൊണ്ടും ഞങ്ങൾ ടെററിസത്തിനെതിരെ നിൽക്കും. അങ്ങനെ അന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ ഇന്ത്യ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് പോവില്ലേ? നമ്മൾ മനുഷ്യത്വമില്ലാത്ത ആളുകളൊന്നുമല്ല. ഇവർ ഗ്ലോബൽ ലെവലിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? ഇന്ത്യക്ക് മനുഷ്യത്വമില്ല, ഇന്ത്യക്ക് സാധാരണക്കാരെ ഇഷ്ടമല്ല, മുസ്ലിങ്ങളെ ഇഷ്ടമല്ല, പഹൽഗാം അറ്റാക്ക് നടന്നിട്ടില്ല, അതൊക്കെ വെറുതെ ഞങ്ങൾ മിമിക് ചെയ്തതാണെന്ന രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് ഈ നുണകൾ മാത്രം പറഞ്ഞു പരിഹാസ്യരാവുകയാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. നമ്മൾ വൃത്തിയായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാൻ്റെ ഇതിൻ്റെ റോൾ. ഇന്ത്യക്ക് ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത് പാകിസ്ഥാനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അതായത് വളരെ വ്യക്തമാണ്. അതിൽ ചൈന, പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ അച്ചുതണ്ട്. അവർ ഇനി ഇന്ത്യക്കെതിരെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതിൽ ബംഗ്ലാദേശിനെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇനി അവർ നടത്താൻ പോകുന്ന അടുത്ത ലെവൽ ഓഫ് അറ്റാക്ക്, അവർക്ക് ഇന്ത്യയോടുള്ള വെറുപ്പ്, ഈ വെറുപ്പിന്റെ ഫാക്ടറിയാണ് പാകിസ്ഥാൻ. അങ്ങനെ ഒരു പാകിസ്ഥാനിലെ പ്രതിനിധി എന്തായാലും ഇന്ത്യ പ്രകൃതി സംസാരിച്ചത്. പക്ഷേ
ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ കൃത്യമായ ചരിത്ര തെളിവുകളോ ഒന്നുമില്ലാത്തത് കൊണ്ട് നുണകൾ മാത്രം പറയുന്ന ഒരു വിദേശകാര്യ മന്ത്രിയെയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും അത് പബ്ലിക്കായിട്ട് എക്സ്പോസ്ഡ് ആയ കാര്യത്തിൽ അല്ലെങ്കിൽ അതിൽ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് എനിക്ക് ഈ അവസരത്തിൽ എന്തായാലും കടപ്പാടും നന്ദിയുമാണുള്ളത്.